സൈബർ പോരിൽ വി.ഡി. സതീശനെതിരെ കൂടുതൽ നേതാക്കൾ രംഗത്ത്. കോൺഗ്രസിനെ നിലവിലെ പ്രതിസന്ധിയിലെത്തിച്ചത് സതീശൻ എന്നും മുതിർന്ന നേതാക്കളും. കോൺഗ്രസ് പവർ ഗ്രൂപ്പിലും ഏറ്റുമുട്ടൽ. വി.ഡി. സതീശൻ, ഷാഫി, രാഹുൽ പക്ഷം തമ്മിലാണ് തർക്കം നടക്കുന്നത്. നൃപൻ ചക്രവർത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. അസിത, കോൺഗ്രസിലെ നിലവിലെ സൈബർ പോരിൽ വി.ഡി. സതീശൻ പൂർണ്ണമായി ഒറ്റപ്പെടുന്നു എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. മുതിർന്ന നേതാക്കളടക്കം വി.ഡി. സതീശനെതിരെ രംഗത്ത് വരുന്നുണ്ട്. കാരണം ഈ ഡിജിറ്റൽ മീഡിയ സെല്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ വി.ഡി. സതീശൻ്റെ പ്രതികരണം, അതിൽ KPCC ഒരു ഭാഗത്തും വി.ഡി. സതീശൻ മറുഭാഗത്തും ആകുന്ന കാഴ്ച. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അതിൽ വല്ലാത്ത ഭിന്നത വരുന്നു. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു ഭാഗത്തിലും വി.ഡി. സതീശൻ മറുഭാഗത്തേക്ക് മാറുന്ന കാഴ്ചയാണ്. ഈ സൈബർ അറ്റാക്കിൽ ഇതുവരെ നേരത്തെ തന്നെ പവർ ഗ്രൂപ്പിൻ്റെ ഭാഗമായി വി.ഡി. സതീശൻ പരമാവധി റീൽസ് എടുത്ത് പുതിയൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാറുകയും പരമാവധി നേതാക്കളെ ഇകഴ്ത്തുന്ന പല പോസ്റ്റുകൾക്കും പ്രോത്സാഹനം നൽകുന്ന പോസ്റ്റിനൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുള്ള സമീപനം മുൻകാലങ്ങളിൽ സ്വീകരിച്ചിരുന്നു. അതൊക്കെ തന്നെ ഇപ്പോൾ സതീശന് നേർ എതിരായി വരുന്ന കാഴ്ചയാണ്. വലിയ തരത്തിലുള്ള ആക്രമണം, സൈബർ പോരായി കോൺഗ്രസിൻ്റെ കേരളത്തിലെ രാഷ്ട്രീയം മാറുന്നു എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചാണ് വളരെ പ്രകോപനത്തോടു കൂടി ക്ഷുഭിതനായി വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത്. നിലപാടുകൾ എടുക്കുമ്പോൾ എതിർപ്പുകളുണ്ടാവും, ഇഷ്ടമില്ലാത്ത ആളുകൾ എതിർക്കും, അതൊന്നും കാര്യമില്ല. അതാണ് നിലപാട്. പിന്നെ എന്നെ അങ്ങനെ ആരും ഭയപ്പെടുത്തുമില്ല. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നൊന്നുമല്ല കോൺഗ്രസ്, റീലുകളിലുമല്ല കോൺഗ്രസ് ജീവിക്കുന്നത്. അല്ലല്ല, കോൺഗ്രസ് റീലുകളിലുമല്ല സോഷ്യൽ മീഡിയയിലല്ല ജീവിക്കുന്നത്. രണ്ട് തട്ടിലായി പ്രതികരണം വലിയ രീതിയിൽ കടുക്കുമ്പോഴും ഇക്കാര്യത്തിൽ KPCC വ്യക്തമായ അഭിപ്രായമൊന്നും പറയുന്നില്ല. കാരണം കോൺഗ്രസിന് KPCCക്ക് ഡിജിറ്റൽ വിഭാഗം, അങ്ങനൊരു ഡിജിറ്റൽ വിഭാഗം ഉണ്ടോ എന്നായിരുന്നു ആദ്യം വി.ഡി. സതീശൻ ചോദിച്ചിരുന്നത്. പക്ഷേ അതിന് മറുപടി എന്നോണമാണ് KPCC ഡിജിറ്റൽ വിഭാഗത്തിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് VT ബൽറാമാണെന്നും അത് അദ്ദേഹം രാജിവെച്ചിട്ടില്ല എന്നും അങ്ങനെ ഒരു വിഭാഗമുണ്ട് എന്ന് തെളിയിക്കുന്ന വാർത്താക്കുറിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത്. ആ വാർത്താക്കുറിപ്പിനെ കൂടുതൽ അംഗീകരിക്കുന്ന തരത്തിൽ രമേശ് ചെന്നിത്തലയും KPCCക്ക് പിന്തുണയും പ്രത്യേകിച്ച് VT ബൽറാമിന് പിന്തുണയുമായി ഇന്ന് രംഗത്തെത്തിയിട്ടുണ്ട്. ആരും പുറത്താക്കിയിട്ടില്ല, അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. അത് ഒരു പോസ്റ്റ് ചുമതലക്കാരനല്ലല്ലോ പോസ്റ്റ് ഇടുന്നത്, അതിന് മറ്റ് സഹപ്രവർത്തകർ ഉണ്ടാവുമല്ലോ. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വി.ഡി. സതീശൻ കൂടുതൽ ഒറ്റപ്പെടുന്ന കാഴ്ച. ഹൈക്കമാൻഡിനും വിവാദങ്ങളിൽ വലിയ അതൃപ്തിയുണ്ട്. നേരത്തെ മുതിർന്ന നേതാക്കൾ പറഞ്ഞതെല്ലാം ശരിയാവുന്ന അവസ്ഥ. പവർ ഗ്രൂപ്പിൽ വല്ലാത്ത വിള്ളൽ വരുന്നു. നിലവിൽ കോൺഗ്രസ് അനുഭവിക്കുന്ന, കേരളത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധിക്കെല്ലാം കാരണം വി.ഡി. സതീശനാണ്. വി.ഡി. സതീശൻ വരുത്തിവെച്ച വിനയാണ് എന്ന തരത്തിലുള്ള ചർച്ച സജീവമായി തുടരുകയാണ്. അസിത. ശരി, നൃപൻ ചക്രവർത്തി വിവരങ്ങൾ നൽകിയത്.